അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലത ഖൈലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് കരുതി സന്തോഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇരുലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നൊക്കെ പലരും വിളിക്കാറുണ്ട്. കൂടുതലും വിദേശത്തു നിന്ന് ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാമായതുകൊണ്ട് പലർക്കും പല ജോലിയുടെ പ്രയാസങ്ങളിലാണ്. അതൊന്നൊക്കെ ഒന്ന് കരകയറുവാൻ വേണ്ടിയും അതുപോലെ നല്ലൊരു ജോലി ശരിയാവാൻ വേണ്ടിയും ഉള്ള ജോലിയിൽ ഖൈറും ബർക്കത്തും ഉണ്ടാവാൻ വേണ്ടിയും വിസ മാറ്റിക്കൊണ്ട് പോവാൻ വേണ്ടി, നല്ലൊരു വിസ കിട്ടുവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരൊക്കെ ഉണ്ട്. അതുപോലെ പല പ്രയാസത്തിലും വിദേശത്ത് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർ ഉദ്ദേശിച്ചതുപോലെ അല്ലാഹു അവിടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. സ്വദേശത്ത് ജോലി ചെയ്യുന്നവർ, വാഹനം ഓടിക്കുന്നവർ, കൃഷി ചെയ്യുന്നവർ, പല ജോലികളും ബിസിനസ് ചെയ്യുന്നവർ, അവർക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ, സഹോദരിമാർ, അവിടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ആരോഗ്യവും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതമാണ് ഖൈറെങ്കിൽ പരിപൂർണ്ണ ആഫിയത്തോടു കൂടി അല്ലാഹു അവർക്ക് ജീവിതം തിരിച്ചു കൊടുക്കുമാറാവട്ടെ. മരണമാണ് ഖൈറെങ്കിൽ പരിപൂർണ്ണ ഈമാനോടുകൂടി അല്ലാഹു അവരെ മരിപ്പിക്കുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിലും വീടുകളിലുമായി കഴിയുന്നവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ഷിഫാഹ് പ്രദാനം ചെയ്യട്ടെ. മുത്തുമോമിനീങ്ങളെ, അതുപോലെ മക്കളില്ലാത്തവർക്ക് സ്വാലിഹത്തായ മക്കളെ അല്ലാഹു നൽകുമാറാവട്ടെ. ഉള്ള മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർ, അവർക്ക് അനുയോജ്യമായ ഇണകളെ അല്ലാഹു നൽകുമാറാവട്ടെ. അതുപോലെ വിൽപ്പന ചെയ്യാൻ വേണ്ടി വെച്ച ഭൂമി, വാഹനം, ഇതെല്ലാം നല്ല നിലക്ക് വിൽപ്പന ചെയ്തു പോവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല നിലക്കുള്ള നല്ലൊരു വിലയിൽ അവർക്കത് കച്ചവടമായി കിട്ടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്തെല്ലാം തടസ്സങ്ങളാണ് ഉള്ളതെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. മുത്തുമോമിനീങ്ങളെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഹൃദയം എന്നറിയപ്പെടുന്ന ഒരു അധ്യായമാണ് സൂറത്ത് യാസീൻ. ആ യാസീൻ ഒരു ആയത്തുണ്ട്, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആയത്താണ്. എല്ലാവർക്കും അറിയാമല്ലോ, അല്ലാഹു സുബ്ഹാനഹു തആല പലരും തലവേദന കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. മൈഗ്രെയിൻ്റെ തലവേദനയായിട്ടും സാധാരണ തലവേദനയായിട്ടും അതുപോലെ പൈശാചികമായ ഉപദ്രവങ്ങളെ കൊണ്ടുണ്ടാകുന്ന തലവേദനയുണ്ട്.
അങ്ങനത്തെയൊക്കെ തലവേദനയുള്ള ആളുകൾ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് 818 പ്രാവശ്യം വെള്ളത്തിൽ ഓതിക്കൊണ്ട് വെള്ളത്തിൽ ഊതി മന്ത്രിച്ച് 100 പ്രാവശ്യം രോഗിയുടെ തലയിലും വെള്ളത്തിലും ഊതണം. 818 പ്രാവശ്യം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ദിക്റ് ചൊല്ലി ഈ ആയത്ത് ഓതി 100 പ്രാവശ്യം എത്തുമ്പോൾ രോഗിയുടെ തലയിലും അതുപോലെ വെള്ളത്തിലും മന്ത്രിക്കുക. മന്ത്രിക്കുന്ന സമയത്ത് ഇശ്ഫി യാ അല്ലാഹ് എന്ന് പറയുക. എന്നാൽ രോഗം ശിഫയാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റൊന്ന് യാ ലത്തീഫ് യാ ഷാഫി യാ അല്ലാഹ് എന്ന ഇസ്മ 313 പ്രാവശ്യം ചൊല്ലി രോഗിയെ മന്ത്രിക്കുകയും ഓരോ 33 പ്രാവശ്യം എത്തുമ്പോഴും രോഗിയെ മന്ത്രിക്കുക. 33 പ്രാവശ്യം യാ ലത്തീഫ് യാ ഷാഫി യാ അല്ലാഹ് എന്ന അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മ യാ ലത്തീഫ് യാ ഷാഫി യാ അല്ലാഹ് എന്ന് 313 പ്രാവശ്യം ചൊല്ലുക. ഓരോ 33 പ്രാവശ്യം എത്തുമ്പോഴും രോഗിയെ മന്ത്രിക്കുകയും ചെയ്യുക. എന്നാൽ അവൻ്റെ ആ രോഗിയുടെ തലവേദന ശിഫയാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇത് നിങ്ങൾ ജീവിതത്തിൽ അങ്ങനെ തലവേദനയുള്ളവർ ഇത് ചെയ്തു. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം യാ ലത്തീഫ് യാ ഷാഫി യാ അല്ലാഹ് എന്ന് ചൊല്ലി മന്ത്രിക്കുകയും ചെയ്യുക. ഓരോ 33 പ്രാവശ്യം എത്തുമ്പോഴും രോഗിയെ മന്ത്രിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറാത്ത തലവേദനയുള്ളവർക്ക് ശിഫ നൽകുമാറാവട്ടെ. അതുപോലെ പലരും പല പ്രയാസത്തിലും രോഗങ്ങളിലൊക്കെ പെട്ടുകിടക്കുന്ന രോഗങ്ങളിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരൊക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളുമായി പിണങ്ങി നിൽക്കുന്നവർ, അതുപോലെ സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, അവരൊക്കെ നമ്മളോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ അല്ലാഹു നമ്മുടെ പിണക്കങ്ങളൊക്കെ മാറ്റുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇരു ലോകത്തും സന്തോഷവും സമാധാനവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നല്ല നിലക്കുള്ള സൗഹൃദമുള്ള ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.